guys, welcome back to V-Dogs. Guys, we know this ASMR food challenge. ഗൈസ് വേറെ ഒന്നുമില്ല, റൂൾസും കാര്യങ്ങളും സോ സിമ്പിൾ ആണ്. നമുക്ക് ഫുഡ് ഐറ്റംസ് തരും, ഒരേ ഫുഡ് ഐറ്റംസ് ആയിരിക്കും തരുന്നത്. ഇവിടെ ഒരു ഡെസിമൽ അളക്കുന്ന ടാബ് ഉണ്ടാവും, ടാബിനകത്ത് ഡെസിമൽ അളക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫുഡ് ഐറ്റം വെച്ചിട്ട് നമ്മൾ എക്സ്റ്റേണൽ സൗണ്ട്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ആ ഫുഡ് ഐറ്റം നമ്മൾ കഴിക്കൂലേ, ആ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഏറ്റവും ടോപ്പ് ആര് കഴിക്കുമ്പോഴാണോ ആ സൗണ്ട് കൂടുതൽ വരുന്നത് ആള് ജയിക്കും. ഏറ്റവും കൂടുതൽ ശബ്ദം കൂടുന്ന അപ്പോ ഇല്ല. സോ ഗൈസ്, അപ്പോൾ എക്സ്റ്റേണൽ സൗണ്ട്സ് പറ്റത്തില്ല. എക്സ്റ്റേണൽ സൗണ്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ല് കടിക്കുന്നത് അല്ലെങ്കിൽ ആ സൗണ്ട് ഒന്നും പാടില്ല. നമ്മൾ കഴിക്കുന്ന ടൈമിൽ, ആ ഫുഡ് ഐറ്റം കഴിക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന സൗണ്ട് മാത്രമേ പാടത്തുള്ളൂ. ഓക്കെ, റെഡി ആണോ? സോ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാത്ത ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്ത ഇപ്പൊ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്ക്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി 5 മണിക്ക് വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ കറക്റ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡെസിബിൾ അളക്കാനുള്ള. ഇനിയിപ്പോൾ ആരെ ഫസ്റ്റ് തുടങ്ങണം? ഓക്കെ ആണോ ഗൈസ്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ വന്നിരിക്കുന്ന കപ്പുറത്താണ് കേട്ടോ. കപ്പുറത്തൊക്കെ ആകുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവുമല്ലോ. സോ ഗൈസ്, അപ്പോൾ എഡ്വിൻ BCBയുടെ ഫസ്റ്റ് റൗണ്ടിൽ വന്നേക്കുന്നത് 72. അത് വെച്ച് ഭയങ്കര കൂടി സ്കോറാട്ടാ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ചക്രമേമി അല്ലേ? ചക്രമേമി, കമോൺ. Look at this dude. സോ ഗൈസ്, അപ്പോൾ 75 ആണ് വന്നേക്കുന്നത് നമ്മുടെ ചക്രമേമിയുടെ 75. ക്രിസ്പി ബ്രോ, എല്ലാത്തിലും ഒരു വീരം തന്നെ, തീറ്റയിലൊരു വീരം തന്നെ കേട്ടോ ബ്രോ. ബ്രോയുടെ എത്രയായിരുന്നു? 72 അല്ലായിരുന്നോ? എന്നാ പിടിച്ചേ ബ്രോന്റെ നോക്കട്ടെ. കൊമ്പാത്തിനെയാണ് എനിക്ക് കാണുന്നത്. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ 75. I won the match. You won the match. Next food. Yeah, let's go. So guys, അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട് ഐറ്റംസ് എന്താ നോക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് ആണ് ഗൈസ്. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ആണോ? എയറോ റൂട്ട്. ഇയാൾ കുറെ കഴിക്കാറുണ്ടല്ലേ? എയറോ റൂട്ട് ബ്രിട്ടാനിയയുടെ മറ്റേ കുറുക്കലേക്ക് കൊടുക്കുന്ന സാധനമല്ലേ ബ്രോ? എങ്ങനെയാ കഴിക്കാറ്? എങ്ങനെയാണെങ്കിലും കഴിച്ചാ പോരെ. ഇയാൾ എന്തിനാ അന്വേഷിക്കാൻ നിക്കണ? താൻ എങ്ങനെയാണ് കഴിക്കണത്? താൻ ജാമ് പരച്ചാ ബ്രോ? ജസ്റ്റ് ഞാൻ ചോദിക്കുന്നില്ലേ ഉള്ളൂ ബ്രോ, അതിനെന്തിനാ ബ്രോ ഇമോഷണൽ ആവണേ? ഞാൻ ജസ്റ്റ് ബ്രോ ഇങ്ങനെ കുറുക്ക് കളിക്കാണ് കഴിക്കണെന്നാ ചോദിച്ചത്. കുഞ്ഞുങ്ങളല്ലട കുറുക്ക്. ബ്രോ ഞാൻ കുഞ്ഞാണോ? അയ്യേ. മിൽക്ക്. എന്തായാലും നമുക്ക് തുടങ്ങിയല്ല. ഫസ്റ്റ് കൊമ്പാച്ചൻ. എന്താണ് ഇത് കളിക്കുന്നത്? 70.2. ബ്രോ ഇത് എങ്ങനെയാ കഴിച്ചേ? 70 ഒക്കെ എങ്ങനെ ആകണത്? ഇപ്പൊ കണ്ടോ 70 മാറി പോണത്. അത് വായിക്കണമെന്ന് എന്തോ 5 അതൊന്നും അവൻ കഴിക്കട്ടോ. എത്രയായിരുന്നു? അതെന്റെ ഇനിയാണെന്ന് ചിരിക്കാൻ നിന്നേ. എനിക്ക് കോൺഫിഡൻസ്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞു 5 എടുക്കണ്ടെന്ന്. ഞാൻ അതാ പറഞ്ഞു 5 എടുക്കണ്ടെന്ന്. ഇതിപ്പോ തിന്നണല്ലോ. എന്തായാലും സെക്കൻഡ് റൗണ്ടിലും ജയിച്ചിരിക്കുന്നത് പിന്നെ ബിസ്ക്കറ്റ് മാറ്റി അടുത്ത ഫുഡ് ഐറ്റം വന്നാലോ? അപ്പൊ നമ്മുടെ തേർഡ് റൗണ്ടിൽ വന്നിരിക്കുന്ന ഐറ്റം എന്ന് നോക്കുകയാണെങ്കിൽ കൈപ്പക്കായ വറുത്തത്. കൈപ്പക്കായ അല്ലടോ അത്. ഇപ്രാവശ്യം നീ അല്ലേ? ഈ പ്രാവശ്യം ഞാനല്ല, ഇനി ഇങ്ങനെ. ഓക്കെ ബ്രോ. 3 കടിച്ച പല്ലു ബ്രോ ഒന്നാമത് വെപ്പല്ല, പാപ്പനായിട്ട് നടക്കണ്ടേ? ആദ്യം വെപ്പല്ലേ. പിന്നെ ഇവിടെ കടിച്ചേ. 3, 2, 1. കൈ കൂടി കൊടുത്ത് 70 ആണ് കേട്ടോ. 74 ഇയാൾ എന്ന് പറഞ്ഞാ കൈ കൂടി. പ്രശ്നം എന്താ?
ബ്രോ ആക്രാന്തം കാണിക്കില്ലേ ബ്രോ, പയ്യെ കഴിക്ക്. ഞാൻ ശബ്ദം കിട്ടാൻ വേണ്ടി ചെയ്തത്. ആണോ? അതിന് കൈ കടിക്കുന്നില്ല. പക്ഷെ അങ്ങനെ സൗണ്ട് വരുമ്പോഴത്തേക്ക് അത് ഇവിടെയും കൂടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ല നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലേ അതുകൂടി കൂട്ടുന്നു. ഗൈസ് 70 എത്രയായിരുന്നു? 70 സംതിങ്. ഗൈസ് 70 സംതിങ് ആണ് നമ്മുടെ ജക്ടർ മൈമിയുടെ വന്നത്. ആൻഡ് ഇനി ആരാ? ഇനി അല്ലേ? ഓക്കെ. ഗൈസ് 74.5. ഓ അങ്ങനെ ഒരു കളി കടത്തി വെട്ടി. നീ എത്ര കഴിച്ചപ്പോ? 3 4 കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശബ്ദം ഉണ്ടാവും. നല്ല ശബ്ദം ഉണ്ടാവും അല്ലേ? ഉറപ്പാണോ? അത് വായിക്കാറുണ്ടേ ബ്രോ? ചുമ്മാ 5 കയറ്റിട്ട് ഞാൻ 3 അതിൽ എന്റെ പകുതി ഞാൻ വിരല കടിച്ചത്. ആര് പറഞ്ഞു ഇവിടെ വിരല കടിക്കാനായിട്ട്? 3, 2, 1 സ്റ്റാർട്ട്. നമ്മള് സെയിമാ. എന്താ മുറുക്കിന്റെ വിന്നർ ബക്രി. അത്ര ലോങ് ടൈമിലായി, ലൈക്ക് 3 to 4 challenges ആയി അല്ലേ? after long time ആണ് ഇപ്പം വാ തുറക്കുന്നത് തന്നെ. ആ ശരിയാ. കാരണം ഊമയായിരുന്നു, ജബയായിരുന്നു. ജബ അതെ ജബ ആക്കിയതായിരിക്കും അല്ലേ? അതെ, പലരും എന്നെ ജബയാക്കി. ഇനി മിണ്ടിയാ നിന്റെ പല്ലടിച്ച് താഴെയിടുന്ന് പറഞ്ഞു. ആരാ? ഒയ്യോ അമ്മാവനാ മകയിലുള്ളയാ. ഏത് ഇനി അങ്ങനെ ഞാൻ പട്ടിനെ വിട്ട് കടുപ്പിക്കും. സൂക്ഷിച്ചോട്ടാ. ഇവിടെ നീ തയ്ച്ചു വെച്ചു. ഇവിടെ ഉണ്ടോ ആരാ? ഞാൻ തുപ്പി കാണിക്കട്ടാ. തന്നെയാണ് അങ്ങനെ പറയണേ അല്ലേ? ഞാൻ എനിക്കൊരു തേങ്ങയില്ല. അതെനിക്കറിയാം. നാട്ടിലും അങ്ങനെ, വീട്ടിലും അങ്ങനെ, ഈ ഇവിടെ അങ്ങനെ. നമ്മളെ എല്ലായിടത്തും പറയാ പോലെ എല്ലായിടത്തും. നിങ്ങളിപ്പോ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണേ? ഞങ്ങള് മറ്റേ പാർലമെന്റിലെ ഇലക്ഷൻ നടക്കാൻ പോവാ. കുറിച്ച് ഇപ്പത്തെ മന്ത്രി ആരാ? പിണറായി വിജയൻ. ഞാൻ എന്റെ പ്രധാനമന്ത്രി ആരാന്ന് പറയണ? ജക്ടർ മൈമി ആക്കണം പ്രധാനമന്ത്രി. ശരിയാ, ഞാൻ പറഞ്ഞാലും ശരി, അതേപോലെ പറഞ്ഞാലും ശരി. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രി ആവുന്ന അതിനുള്ള കഴിവുണ്ട്. അത് ശരിയാണ്. അത് ഞാൻ പറഞ്ഞു വിചാരിച്ചാ. അതോടെ സ്റ്റേറ്റ് അല്ല, രാജ്യം പ്രധാനമന്ത്രിയാ. അതെ 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 അതെ. I am signing the biggest criminal. Biggest criminal in India is going to become the biggest prime minister of India. എന്താ നീളത്തിന് വലിപ്പത്തിലാണോ ബിഗ്ഗസ്റ്റ്? വേണ്ടാട്ടാ, ഞാനൊരു എടുത്തിട്ട് തലഞ്ഞടിച്ചു. ബ്രോ ഞാൻ സീന പഴയ എവിടെ കേട്? ഇവിടെ അല്ലേ? എനിക്കറിയാം, കേടച്ച് മറ്റേ തോക്കൊക്കെ ഇങ്ങനെ അടിക്കുമ്പോ കറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇതിന്റെ സൈലൂട്ട് അടിക്കും. അതുണ്ടോ? വീഡിയോ ഉണ്ടോ? കാണിച്ചു കൊടുക്കാം. അതിന്റെ സാധനം ഒന്ന് കാണിച്ചു തരാവാ. തോക്ക് ഇങ്ങനെ കറക്കി അടിച്ചിട്ട് സൈലൂട്ട് ചെയ്യുന്ന അത് കാണിക്കാൻ പാടില്ല. ബ്രോ സൈലൂട്ട് അടിക്കറിയാവോ? അത് കാണിച്ചാൽ ഉറപ്പായിട്ട് കൂടും. കറക്റ്റ് ആയിട്ട് സൈലൂട്ട് അടിച്ചേ. ഇപ്പൊ സൈലൂട്ട് അടിച്ചേ ഒന്ന് കാണാൻ വേണ്ട. ഒന്ന് കാണിച്ചാ അങ്ങനെ എന്താ തല തോക്കുമാരി കിട്ടാളെ എന്ത് ഇനി വേണം തോക്ക്? ബ്രോക്ക് അറിയില്ല അല്ലേ? പോവൂല. അപ്പോ നമ്മുടെ 4th റൗണ്ടില് പക്കോട നിങ്ങളുടെ അടുത്ത് പക്കോട എന്നറിയില്ല പറഞ്ഞു. കൊക്കുവട. ഞങ്ങളുടെ അവിടെ മറ്റേ കാക്കവട.
നമ്മളവിടെ താറാവട എന്തൊക്കെ കൊക്കുവട എടാ ഇത് കക്കല്ലോ ഇത് പക്കാവട. കൊക്കുവടാന്നാണ് തൃശ്ശൂർ ഭാഗത്ത് പറയാറ്. പക്കോട അല്ലെങ്കിൽ പക്കാവട എന്നൊക്കെ പറയണ കേൾക്കാം. ഞാൻ കൊക്കുവടന്ന് ആദ്യം ഇട്ടേക്കണേ. കൊക്കുവട എന്ന് പറയാം. കൊക്കുവട. കൊക്കുവട അതെടുത്ത് ഇത് കൊക്കു പോലെയാണ് ഇരിക്കണേ അതിന്. അതെ അല്ലേ? അതെ ഇടയ്ക്ക് പോലെ ആവും. ചിലപ്പോ അത് അവിടെ നിന്ന് പറന്നും പോവും. ചിലപ്പോ കാക്കിയാവും, ചിലപ്പോ നരിയാവും, എനിക്കെന്താ സിംഗമാവും. പിന്നെ തുടങ്ങാം നമുക്ക്. ബ്രോ എടുത്തു വെച്ചോളൂ കയ്യില്. ഇതെന്താ പറഞ്ഞത്? ഇതിപ്പോ മോണയില് കുത്തി കയറിയിട്ട് മുറിയും. ഓക്കെ അല്ലേ? നീ മിണ്ടണ്ട. 3 ഞാൻ 3 2 1. ഗൈസ് 67 പക്കാവടയിൽ വെച്ച് ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ബ്രോ എടുക്ക്. 3 2 1 ചട്. 66.9. നിനക്ക് 67. ഓ ഒരു ഡിസംബർ 66.9. നിനക്ക് 67.2 അല്ലേ? 7. അയ്യോ 3 2 1. മില്ലിമീറ്റർ അടിച്ചു ചേട്ടാ. വിജയിച്ചില്ല. 68. അത് ജയിച്ചില്ല. നിങ്ങൾക്ക് 69. 67. 66. ആണല്ലോ. ഇയാള് ചലഞ്ച് മറന്നുപോയതാ. വായിലൊക്കെ എടുത്തിട്ട് അല്ല ഇയാള് ഫൗളാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നെക്കി പിടിച്ചപ്പോ ഞാൻ മലപ്പുറം ഇങ്ങനെ പീസ് കുഞ്ഞു പീസാക്കിട്ട് വായിട്ട് കടിച്ചതാണ്. ശരി ചേട്ടാ. ബ്രോ ബുദ്ധിപരമായിട്ടാണ് കേട്ടോ കളിക്കുന്നേ. ദൈവമേ ബ്രോ കൊള്ളാം ബ്രോ. നെക്സ്റ്റ് റൗണ്ട്. സോ ഗൈസ് അപ്പൊ എന്താ ഇത് തുടങ്ങി എത്ര വട്ടം? ഞാനല്ലേ ഈ കളി ഫസ്റ്റ്. പ്രിപ്പയർ ചെയ്തതാ. ആരാ ഫസ്റ്റ്? ആരാ? ഞാനാണോ? ഞാനല്ലേ ഫസ്റ്റ്. ഞാൻ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളാണ്. അതല്ല എപ്പോഴും വേണം. എല്ലാവരും വേണം. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കമന്റ് ബോക്സിൽ ചീത്ത വിളിച്ചാണ് ഇയാള് കൈകൊട്ടിച്ചിരിക്കുവായിരുന്നല്ല. ബ്രോ കമന്റ് ബോക്സിൽ നോക്കി പിള്ളേരെ കാണുന്നുണ്ടോ? ബ്രോ ബ്രോയുടെ മുഖം എനിക്കൊന്ന് കാണണം. വീഡിയോ കോൾ ഒന്നും കമന്റ് ബോക്സ് കണ്ടോ? നമ്മളിങ്ങനെ വീഡിയോയില് എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാണ്. നമ്മളത് കഴിഞ്ഞാ സിനിമയ്ക്ക് പോകും. ഇത് ഞാൻ നോക്കുമ്പോ കമന്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അല്ല ഓക്കെ അതൊക്കെ എങ്കിൽ പിന്നെ എടാ കമന്റ് ബോക്സ് ഷോ ആണല്ലോടാ. അങ്ങനെയല്ലേ വീഡിയോ കോൾ നോക്കിയത്. 2 1 ഷട്ട്. നീ 65. ഞാൻ DJ 65.6. 3 2 1 start. ഇനി കടിക്കുന്ന പല്ലു. 72.5. ഇത് വലിയ വാ കൊടുത്ത ഏതാ പ്രശ്നം? വലിയ വായിക്കാന്ന് മുഴക്കമായിരിക്കും പിന്നെ. എന്നാ പിന്നെ തുടങ്ങിയാലോ? 3 2 1. വേസ്റ്റഡ്. ഗൈസ് 68.1. ഞാൻ ഉള്ള കാര്യം പറയട്ടെ. എനിക്ക് വലിയ വായുടെ അത്. ആരുടെ? ബ്രോയുടെ. എന്റെ സാധാ വായാണ്. ആണോ? കണ്ടോ എന്റെ അമ്മോ എന്തൊരു കുഴിയാ. എന്തേ പുതിയ ഉണ്ട്? ഇല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വലിയ വായാക്കിക്കോ. ട്രാൻസ്പ്ലാന്റ് ചെയ്താ? ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വലിയ ഇവിടെ കീറിയിട്ട് സർജറി ചെയ്ത് വലിയ വായാക്കാന്നല്ലേ പറയണ്ടേ? ട്രാൻസ്പ്ലാന്റേഷൻ വേറെയാണ്. ശരിയല്ലേ ബ്രോ എന്താ പറയുക? കൊമ്പനല്ലേ വേണേ ആവാം. പിണ്ടിടാനെ അതെന്റെ അല്ലേ? പിണ്ടിടാനെ ചെയ്തോടാ പിണ്ടിടാനെ. വേറെ കേസ് ഉണ്ട്. ഇത് കൊമ്പനല്ല പിടിയ. ഇപ്പൊ 20 കമന്റ് വന്ന് കാണും. ഈ റൗണ്ടും
ഇതെങ്ങനെ പറ്റുന്നു? അപ്ലോസ് പ്ലീസ്. എന്താണ്? ക്ലാപ്പ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞ ഞാൻ ചെയ്യും ക്ലാപ്പ് നിനക്കൊരു 20 കമന്റ് തരൂടാ. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ ബ്രോ? ഇതൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിട്ട് നിങ്ങൾ എടുത്താൽ അത് ഏറ്റവും കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റം ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലേ? സോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് ക്യാരറ്റ് ആണ്. കൊള്ളാം, നല്ല ക്യാരറ്റ് അല്ലേ? വിക്ടർ മേമി 3, 2, 1 സ്റ്റാർട്ട്. പറഞ്ഞ പോലല്ല. 51 ആണ് ഗൈസ്. 51 കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ച് അതേത് സീന പല്ല് അവിടെ ഇരിക്കും കേട്ടോ. പല്ല് അവിടെ ഇരിക്കും, കണ്ടോ? അവിടെ ഇരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അടിച്ചാൽ മതിട്ടാ. ഇവിടെ സൈഡ് അടിച്ചാൽ പോരായിരുന്നു, എന്തിനാ അപ്പുറത്തെ സൈഡ് അടിച്ചേ? അത് ബ്രോയുടെ പല്ല് വല്ലാണോ നമ്മുടെ പല്ല്? ബ്രോ വയസ്സല്ലേ? എന്നാ ബ്രോ ഒന്ന് കാണിക്കും. 3, 2, 1. കറക്റ്റ് ഒരു മൊയില് തന്നെ. മൊയില് കറക്റ്റാ. എനിക്ക് എന്റെ പല്ലട ലോക്കായ പോലെ ഉണ്ടായില്ലെങ്കിൽ 75 പിടിച്ച മാലത്തിയാനെ ബ്രോ. ബ്രോ ആരാ ബ്രോ? ബ്രോ ആരാ? അങ്ങനല്ലേ? ബ്രഷ് ചെയ്യുന്നുണ്ട്. 3, 2, 1 start. ശരിക്കുണ്ടല്ലോ, ഫസ്റ്റ് പല്ല് ലോക്കായി. പിന്നെ നന്നായി കളിച്ചപ്പോഴാണ് പൊട്ടിയാന്റെ ശബ്ദം. അങ്ങനെ ഒരു ചാലഞ്ച് ഞാൻ ഉപയോഗിച്ചിരുന്നു. 69. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഞാൻ പോണെന്ന് പറഞ്ഞേ പോവാ. പിന്നെ പൊക്കൂടെ. അത് ഞാൻ വിടാം. വേണ്ട, ബ്രോയ്ക്ക് എത്ര മിനിറ്റ് ഉണ്ട്? നീ അറിയണ്ട. ഞാൻ മിണ്ടൂല. നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലുള്ള എന്താ പറയണേ? അടുത്ത റൗണ്ടിൽ പേരൊക്കെയാണ് ഞങ്ങള് വിട്ടിട്ടില്ലെങ്കിലോ? ഞാൻ കേട്ടല്ല. എന്ത് കേട്ടോന്ന്? കേക്കും കേക്കും. അതൊന്ന് ബ്രോക്ക് ചെവിയില്ലെന്ന് പറഞ്ഞ ബ്രോ എന്താ ഉദ്ദേശിച്ചത്? കോമഡി അടിച്ചതാ? സൂപ്പർ ആയിട്ടുണ്ട്. നീ ഒരു കോമഡിക്ക് ചിരിക്കാത്ത കാരണമാണ് നിനക്ക് എന്നെ കിട്ടണത്. അതെ, കഴിഞ്ഞ നല്ല സാധനമായിരുന്നു, സൂപ്പർ ആയിരുന്നു. എന്താ ചിരിക്കായിരുന്നേ? എന്റെ ഒരു നല്ല സാധനം ഇയാളെ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞില്ലേ? അതെങ്ങാനും വെച്ചിരുന്നതിനുണ്ടല്ലോ കൊമ്പാജ്. ഞാൻ നിങ്ങളുടെ നിലവാരം നോക്കിയിട്ടത് കട്ട് ചെയ്യാൻ. നിങ്ങളുടെയൊക്കെ നിലവാരത്തിന് അത്ര അടിച്ചാൽ മതിയോ? നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അത് മാത്രം പറയാം. സബ്സ്ക്രൈബ്. അടുത്ത റൗണ്ടിലേക്ക് പോകാം. വേറെ കടി. 3, 2, 1. ഗൈസ് 56.4 വന്നിരിക്കുന്നത്. 3, 2, 1 start. രണ്ട് കടിയൊക്കെ കടിക്കായിരുന്നല്ലേ? ഇയാള് ചാവോ? 2 കടി അടിക്കായിരുന്നല്ലേ? ഇതാണ് ഞാൻ ആദ്യം 57.2. അത് 57.54. 56. 3, 2, 1 start. ഗൈസ് 59 വന്നത്.
അതിന്റെ ചപ്പിയ സൗണ്ട് ഇട്ട് കേട്ടത് അത് 61 ആക്കിയതാ. എന്തിനാ ചപ്പിയ. സോ ഗൈസ് അപ്പോൾ തീറ്റയിൽ വീണ്ടും ചക്രമേമി കൊണ്ടുവരികയാണ്. Guys, എനിക്ക് അറിയാൻ ഇത് എങ്ങനെയാണ് ഇതിന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? വലിയ വായിരിക്കണം ബ്രോ അങ്ങനെയൊന്നുമില്ല. ഇത് ഈ ചലഞ്ച് മാത്രമല്ല, ഏത് ചലഞ്ച് ആയാലും അത് ഞാൻ തന്നെയാണ് ഫസ്റ്റ് ഉണ്ടാവുന്നത്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ല, കഴിഞ്ഞ ചലഞ്ച് ഞാനാ ജയിച്ചേ. ഏത് ചലഞ്ചാ? നമ്മുടെ റിവേഴ്സ് ചലഞ്ച് അല്ല, റിവേഴ്സ് അല്ല, അത് ഞാൻ ജയിച്ചത്. അല്ലല്ല, മറ്റേ ചലഞ്ചല്ലേ, ഞാൻ ബാക്കിൽ നിന്ന് കയറി. റിവേഴ്സ് ചലഞ്ച് ഞാനാ ജയിച്ചത്. റിവേഴ്സ് ചലഞ്ച് ഞാനാ ജയിച്ചത്. ചലഞ്ച് ഞാൻ വിട്ടുകൊടുക്കാറുണ്ട്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ജയിക്കണത് അത് ശരിയല്ല. അല്ല, കഴിഞ്ഞ ഞാൻ അയച്ചേ ഏറ്റവും കൂടുതൽ ഇത് എനിക്ക് കിട്ടിയ മറ്റേ ഫുഡ് ചലഞ്ച് നിന്നിട്ട്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അതിന് അടുത്ത റൗണ്ടിലേക്ക് പോയിട്ട് അടുത്ത റൗണ്ട് ഇല്ലാന്ന് ഗൈസ് ക്രൂ പറയുന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മളെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കണം. എങ്ങനെയായിരുന്നു ചലഞ്ച്? ഇറക്കിട്ടോടാ. ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ബ്രോ, ചലഞ്ച് എങ്ങനെയുണ്ട്? ചലഞ്ച് ചെയ്തായാലും ജക്ടറാണ് വിന്നർ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വിന്നർ ജക്ടർമൈമിയാണ്. ഇവരുടെ അഭ്യർത്ഥന പ്രകാരം ഈ ഫുഡ് ഐറ്റം അല്ലാതെ നമുക്ക് കാറി ഏറ്റവും കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുന്ന ആരാണെന്ന് നോക്കണമെന്ന് ജക്ടർമൈമിക്ക് ഒരു ആഗ്രഹം. അപ്പോൾ നമുക്കത് സാധിച്ചു കൊടുത്താലേ. ബ്രോ, ഈ ജയിച്ചതിന് ഒരു പ്രൈസ് മണി ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്കത് തരുമോ? എന്ത് ബ്രോ, ഒരു ലെഗ് പീസ് ആയിരിക്കും, അതിന് പാതി തന്നാൽ മതിയല്ലോ. തരുവോ? അല്ല ബ്രോ, ജയിക്കുന്ന ഉറപ്പാണെങ്കിൽ ബ്രോ തരേണ്ട ആവശ്യമില്ല. ബ്രോ ജയിച്ചാൽ പിന്നെ നമുക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഓക്കെ, ഇത് ജയിക്കുകയാണെങ്കിൽ മൊത്തം എനിക്ക്. ഞാൻ ജയിക്കുകയാണെങ്കിലോ ബ്രോയ്ക്ക് ഇപ്പൊ ബ്രോയ്ക്ക് ഒരു കോമ്പറ്റീഷൻ തരാൻ വേണ്ടിട്ടല്ലേ നമ്മള്. ശരി, ഞാൻ നിങ്ങൾ ആരെങ്കിലും ജയിക്കുകയാണെങ്കിൽ ആ ജയിക്കുന്ന ആൾക്ക് പകുതി ഞാൻ തരാം. ഇത് ഉറപ്പിക്കുമല്ലേ? സത്യം സത്യം. ജയിച്ചാലും ഒറ്റക്കെട്ട്, തോറ്റാലും ഒറ്റക്കെട്ട്. ഒറ്റ കാണിച്ചേ ഉള്ളൂ കേട്ടാ. നീ ഇല്ല പോടാ. ഞാനുണ്ട്. ആദ്യം നിങ്ങള് ഏറ്റവും അവസാനം ആദ്യമേ കേമിച്ചിക്കൊണ്ടേ. ഗൈസ് 107. അമ്മേന്റെ തൊണ്ട. ഗൈസ് 107. എനിക്ക് എത്രയൊന്നും 107. ഗൈസ് എന്റെ 107.3 ADMBCB. നിങ്ങൾക്കൊക്കെ പ്രാന്താണ്. 108. ഓ, എനിക്കാണെങ്കിൽ ചുമയാ. ചുമച്ചപ്പോ ജയിച്ചു നിങ്ങള്. 100-200 106. അപ്പൊ ബ്രോ, അയ്യോ എനിക്കല്ലല്ലേ തരണ്ടേ. ജയിച്ചാലും ഒറ്റക്കെട്ട്, തോറ്റാലും ഒറ്റക്കെട്ട്, നമ്മൾക്ക് പകുതി. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ബ്രോ, ഞാനല്ലേ തരുന്നേ. ഇയാളാരാ? നീ അറിയില്ല. അല്ല, ക്രൂ തന്നു, ഞാൻ തന്നെ. എന്താണ് ബ്രോ തന്നാലും നമുക്ക് കിട്ടും. എന്നിട്ട് അൽഫാം 1500 rupees. 1500. 1500 രൂപ. ഞങ്ങളാ പകുതി വെക്കുന്നേ. അല്ല, ഞാൻ ബ്രോയുടെ പതിന്ന് നമ്മള് സിനിമയ്ക്ക് പോണ കാര്യം പറഞ്ഞേ. ഞാൻ ആലോചിക്കണേ. അതിന് ബ്രോ എന്തിനാ ആലോചിക്കണേ? ആ ബ്രോയ്ക്ക് ഒരു 1500 750 രൂപ ഉണ്ടാവും. 750 250 ബ്രോ 750 രൂപ ചെലവാക്കുവോ അതിന്? നിനക്ക് 250 തരണ്ടല്ലോ. തരണം തരാം തരണം തരാം പെട്ടെന്ന്. കാശായോ? ഫസ്റ്റ് കാശായോ? ബ്രോ സത്യം പറഞ്ഞാൽ എന്റെ ബാങ്കിലേക്ക് പൈസ വരുന്നത് നോക്കി ബാങ്കുകാർ ഇരിക്കുക. എപ്പോ കാശ് ഇടുന്ന അപ്പൊ പിൻവലിക്കണം. അപ്പൊ വലിച്ചോണം. എന്നിട്ട് ഫോട്ടോ എടുക്കുന്നേ. അയ്യോ, പാസ്വേഡ് ഞാൻ കാണിച്ചു തന്നെ. അജയ് യേശുദാസ്. ബ്രോ സൗണ്ട് മാത്രമേ കേൾപ്പിച്ചോളൂ. 1500. ഇത് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത് കാണിച്ചേ, സൂം ചെയ്ത് കാണിച്ചെന്നേ. കിട്ടി കിട്ടില്ലേ? 750 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടേ. നന്ദി. അയ്യോ, അത് വാങ്ങി പിടിച്ചോ ബ്രോ. നമുക്ക് എൻഡ് ചെയ്യാം. സിനിമ കാണാം. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ. All these thoughts keep me up at night, yeah. What am I doing? Did I do it right? Yeah. All these thoughts keep me up at night, yeah. I can't think straight, need the light.